ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ അവൻ്റെ സാക്ഷികളാകും, യേശുവിൻ്റെ സാക്ഷികളാകുമെന്ന് നമ്മൾ കണ്ടു. യു ഷുഡ് ബി എ വിറ്റ്നസ്. ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് us ടു വിറ്റ്നസ്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവായ നദി, പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരിക, നിങ്ങൾ കുടിക്കുക, ജീവൻ്റെ ജലനദി നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ഒഴുകും എന്നാണ് പറയുന്നത്. സോ വെൻ യു ഡ്രിങ്ക് ഫ്രം ജീസസ്, യു ഹാവ് ടു കം ടു ജീസസ് വിത്ത് ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്തോടെ യേശുവിനോട്, ജീസസ് ഈസ് ദ ബാപ്റ്റൈസ്ഡ് ഓഫ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. റിവർ, ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് റിവർ, ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് വാട്ടർ, ബട്ട് ഹിസ് പവർ ഈസ് കമ്പയർഡ് ടു റിവർ ആൻഡ് വാട്ടർ. സോ യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം, യോഹന്നാന്റെ സുവിശേഷം 7:37 പറയുന്നു, അവിടെ വിളിച്ചു പറയുകയാണ്, ഇഫ് കം ടു മീ all those who are thirsty, if anyone is thirsty, let him come to me and drink. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ വിൽ ഫ്ലോ ഫ്രം വിത്തിൻ എന്ന് പറഞ്ഞ് നമ്മൾ യേശുവിൽ നിന്ന് കുടിക്കുമ്പോൾ ആ റിവർ, അതായത് ജീവജല നദി പ്രവഹിക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മ വരുന്ന സമാരിയ സ്ത്രീയാണ്, സമരിറ്റൻ വുമൺ. സമരിറ്റൻ വുമൺ വാസ് ഇൻ ദ ജോൺ ചാപ്റ്റർ 4. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു സമരിയ സ്ത്രീ, ഒരു പാപിനിയായ സ്ത്രീ, 5 ഭർത്താവൊക്കെ ഉള്ളതാണ്. ആ പുള്ളിക്കാരി ഇങ്ങനെ വെള്ളം കോരാൻ വന്നവിടെ, ഉച്ചയ്ക്കാണ് വരുന്നത്. അത് നല്ല ഉദ്ദേശത്തോടെയല്ല, പക്ഷേ യേശു സമരിയ പട്ടണത്തിൽ കൂടി അങ്ങനെ പോകാൻ പാടില്ല. അവിടെ യൂതന്മാരും അവരും സമരിയക്കാരും എനിമീസാണ്. ആക്ച്വലി ദേ ആർ എനിമീസ്, ശത്രുക്കളാണ്. പക്ഷേ യേശു ഒരു സ്ത്രീയെ കണ്ട്, അതായത് അവളെ രക്ഷിക്കാൻ, ഈ പാപിയായ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ജീസസ് ബ്രോക്ക് ദ റൂൾസ് ആൻഡ് കെയിം ദെയർ. അവിടെ വന്നിട്ട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് കുടിപ്പാൻ വെള്ളം തരാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നീ യഹൂദനല്ലോ, എങ്ങനെയാണ് സമരിയക്കാരിയ എന്നോട് നീ വെള്ളം ചോദിക്കുന്നത് എങ്ങനെയാണ്? നിനക്ക് ഇത് കോരുവാനുള്ള തൊട്ടിയും കയറും ഒന്നും ഇല്ലല്ലോ, നീ എങ്ങനെയാണ് ഈ വെള്ളം കുടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ജീസസ് പറയാണ്, നിന്നോട് വെള്ളം ചോദിക്കുന്ന ആൾ ആരാണെന്ന് അറിഞ്ഞാൽ അവനോട് നീ ചോദിക്കും, ജല നദി, ജീവൻ്റെ വെള്ളം നിനക്ക് തരുമെന്ന്, ജീവൻ്റെ ഉറവയുണ്ടാകുമെന്ന്. ആ വെള്ളം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കില്ലെന്ന്. നീ കോരുന്ന ഈ കിണറ്റിലെ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്ന വെള്ളമോ അത് കുടിച്ചാൽ നിൻ്റെ വയറ്റിൽ അത് ഒരു ഉറവയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന്. ഇറ്റ് വിൽ ബി ലൈക്ക് എ സ്പ്രിങ്, ഇറ്റ് വിൽ ബി ഫ്ലോയിങ്. അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു, എന്നാൽ ഗിവ് മീ ദിസ് വാട്ടർ, ഞാനിവിടെ വരണ്ടായല്ലോ എന്നും കോരാൻ വേണ്ടിയിട്ട്. അവൾക്ക് മനസ്സിലായില്ല ജീവൻ്റെ വെള്ളത്തെ പറ്റിയാണ് യേശു പറയുന്നത്. പക്ഷേ യേശു പറഞ്ഞു, യേശുവിൻ്റെ അഭിഷേകം അവളിലേക്ക് കൊടുത്തു, ആ ജലം കൊടുത്തു അവൾക്ക്. അപ്പോൾ അവൾക്കത് മനസ്സിലായി. അപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് അവളെപ്പറ്റി മുഴുവൻ പറഞ്ഞു, അവളുടെ ജീവിതകാലം എല്ലാം പറഞ്ഞു. ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഉള്ളത് നിൻ്റെ ഭർത്താവല്ല, അല്ലേ, നിന്നെ ആരും സ്നേഹിക്കുന്നില്ല, അല്ലേ, ആരും സ്നേഹിക്കുന്നില്ല, നിന്നെ ഒരു സെക്സ് ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ ജീവൻ്റെ ജല നദി തരുമ്പോഴേക്ക്, ഈ ജൈവജലം നിന്നിൽ ഒഴുകുമ്പോൾ നിനക്കിതിലൊന്നും ഒരു താല്പര്യം ഉണ്ടാകില്ല, നിൻ്റെ ജീവിതം മാറിപ്പോകും, നിൻ്റെ ജീവിതം ഒരു പുതിയതാകും, ഒരു പുതിയ സൃഷ്ടിയാകും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഇവള് എന്താ ചെയ്തേ, ആ ജീവൻ്റെ വെള്ളം അവളുടെ വയറ്റിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി, അവളുടെ ഉദരത്തിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. സമരിയ പട്ടണം മുഴുവൻ ഓടി നടന്നിട്ട് ആ കുടവും വെള്ളവും അവിടെ വെച്ചിട്ട് അവൾ ഓടിപ്പോയി ആ ജീവൻ്റെ വെള്ളവുമായിട്ട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഒരു മെസ്സായെ കണ്ടു, ഞാൻ മെസ്സിയെ കണ്ടു, അവൻ എൻ്റെ കാര്യം എല്ലാം പറഞ്ഞു. ഈസ് എ പ്രോഫറ്റ്, ഈസ് എ സേവിയർ, ഈസ് എ ഹീലർ, ഈസ് എ മെസ്സായ, വരുവാനുള്ള എന്നൊക്കെ പറഞ്ഞു, വരുവാനുള്ള മെസ്സിയാണെന്നൊക്കെ പറഞ്ഞു എല്ലാവരോടും അങ്ങനെ വിളിച്ച് വാതോരാതെ പറഞ്ഞു. ഇതാണ് നമുക്ക് ജീവൻ്റെ ജല നദി, ജീവജല നദി, the rivers of living water. When it comes to you, you cannot sit idle, you will be going everywhere being witness and telling about Jesus. ഇതാണ് ജീവജലത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള കാര്യം. അങ്ങനെ എത്ര പേർക്ക് ദാഹമുള്ളവരെല്ലാം, യേശുവേ, എനിക്ക് സമരിയക്കാരി സ്ത്രീക്ക് കൊടുത്തതുപോലെ എനിക്കും വേണം, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നിൽ വന്ന് എന്നെ പരിശുദ്ധാത്മാവിൽ നിറച്ച് ജല നദി കൊണ്ട് എന്നിൽ നിറയ്ക്കണമേ. ആ നദി എല്ലായിടത്തും ഒഴുകട്ടെ കർത്താവേ, ഞാൻ പോകുന്നിടത്തെല്ലാം അത് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ നദി ഒഴുകുക നിങ്ങളിൽ. ഈ ജീവൻ്റെ നദി വരുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ജലം വരുമ്പോൾ, ആ നദി ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളൊരു നദിയായി മാറും. സേ ഐ എം എ റിവർ, ഞാനൊരു നദിയാണ്, ഞാനിപ്പോൾ
കഴിഞ്ഞ മാസം തായ്ലൻഡിൽ പോയപ്പം അവിടെ ഒഴുകി, അല്ലേ? ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ, കേരളത്തിൽ പോയപ്പോൾ അവിടെ, ഡൽഹിയിൽ പോയപ്പോൾ അവിടെ, എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കും ജീവൻ്റെ നദി. അവിടെ കൊടുക്കും അവർക്ക്. ആമേൻ. യേശു എനിക്ക് തന്നത് ഞാൻ അവർക്ക് മറ്റുള്ളവരിലേക്കും പകരും. ആ പരിശുദ്ധാത്മാ അഭിഷേകം മറ്റുള്ളവരിലേക്കും പകരും. ഇതിനാണ് ദൈവം നമുക്ക് ജീവജലം തരുന്നത്. ആമേൻ. എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് സന്തോഷമുണ്ട്? 47-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അവിടെ ഒരു നദിയുണ്ടെന്ന്. ഒരു നദി, ആ നദിയെ കാണും നമ്മളെല്ലാം സന്തോഷിപ്പിക്കുന്ന പറയുന്നത്. നദി കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. അപ്പം നദിയിൽ നീന്തിയാലോ? അത് ഞാൻ നാളെ പറയാം. നദിയിൽ നീന്തി കുളിച്ചാൽ അതിലും വലിയ സന്തോഷമാണ്, അല്ലേ? ഹോളി സ്പിരിറ്റ് റിവർ, യു ഹാവ് ടു സ്വിം ഇൻ ദ ഹോളി ഗോസ്റ്റ് റിവർ. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അങ്ങനെ ആ ജീവജലനദി എല്ലാവരിൽ നിന്നും ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ വെള്ളം കുടിക്കുന്നവർ, അതായത് ഈ ലോകത്തിലെ ഒന്നും നമ്മൾക്ക് തൃപ്തി തരുന്നില്ല. ഇക്കണോമിക്സ് സേ ദാറ്റ് വോൺസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് അറ്റ് ഓൾ. നമുക്ക് ഒരിക്കലും നമ്മുടെ അത്യാവശ്യം നമുക്ക് തീരുന്നില്ല. ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് കിട്ടുമ്പോൾ അതിലും മേന്മയുള്ളത് വേണം. ഒരു ചെറിയ വീട് കിട്ടുമ്പോൾ ഒരു വലിയ വീട് വേണം. ആ വലിയ വീട് കിട്ടുമ്പോൾ ഇനിയും ഒരു ബംഗ്ലാവ് ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ കാറ് കിട്ടുമ്പോൾ, ഒരു സൈക്കിൾ കിട്ടുമ്പോൾ ബൈക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് പറയും. ബൈക്ക് കിട്ടുമ്പോൾ ഒരു ചെറിയ കാറ് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. അത് കഴിഞ്ഞ് അത് അപ്ഗ്രേഡ് ചെയ്ത് ഇനി ഒരു വലിയ കാറാകണം, ബെൻസ് ആകണം. അങ്ങനെയൊക്കെ ഇങ്ങനെ ആഗ്രഹം, നമ്മുടെ ആർത്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ? നമ്മളും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ് ആയിരുന്നു. ഇപ്പോഴല്ല. ഇപ്പോൾ ജീവജല നദി വന്നപ്പോൾ എനിക്കതൊന്നും പ്രശ്നമല്ല. അതെല്ലാം സെക്കൻഡറിയാണ്. എനിക്കെല്ലാ സമ്പത്തും ദൈവം തന്നിട്ടുണ്ട്. എനിക്കൊന്നിനും കുറവില്ലാതെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എത്ര കാറുകൾ, എത്ര വീടുകൾ, എത്ര ഏക്കറുകളുണ്ടെന്നും എനിക്കറിയില്ല. അതൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടിയുള്ള പണം എനിക്ക് വേണം. അതിനു വേണ്ടിയാണ് കർത്താവ് ബിസിനസ് തന്നത്. അതിനു വേണ്ടിയാണ് കർത്താവ് ഞങ്ങളെ റിച്ചാക്കിയത്. അല്ലാതെ റിച്ചായിട്ട് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല. റിച്ചാണെങ്കിലും ധനികനാണേലും നമ്മൾ അതിൽ അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്ന്. ധനികരാകാം, പക്ഷേ അറ്റാച്ച് ആകരുത്. നമുക്ക് പ്രയോറിറ്റി, നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് യേശുവിനാണ്. ഫസ്റ്റ് യു ഷുഡ് ഗിവ് പ്രയോറിറ്റി, സീക്ക് ഫസ്റ്റ് ദ കിങ് ആൻഡ് ദ കിങ്ഡം. അപ്പോഴാണ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്ര ഉണ്ടായാലും എത്രയുണ്ടെങ്കിലും ആർക്കും തൃപ്തിയില്ല, അല്ലേ? നോ ബഡി ഈസ് കണ്ടൻറ്റഡ്, നോ ബഡി ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ദിസ് വേൾഡ്. അല്ലേ? ഇനിയും ഉണ്ടാക്കണം. എല്ലാവരും പണം ഒരു ശകലം ചിലവാക്കാൻ പോലും മടിക്കും. മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോലും മടിയാണ്. അതെന്ത് ചെയ്യും? കൊറോണ സമയത്ത് തന്നെയാണ് കോടികളെല്ലാം വിട്ടേച്ചിട്ട് പോയി. ഏക്കറുകളും വലിയ കൊട്ടാരങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കിയതും എല്ലാവരും വഴക്കുകൂടി അല്ലെങ്കിൽ ചിലരെ കൊന്ന് ചീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് എല്ലാം വിട്ടേച്ച് കൈ മലർത്തി ഇതാ പോകുന്നു. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ്. അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കും, അല്ലേ? നമുക്കുള്ള പണം എല്ലാം കർത്താവിന് വേണ്ടി കൊടുക്കും, പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കും, വിധവകളെ സഹായിക്കും. ഇതെല്ലാം ദൈവത്തിന് വലിയ ഇഷ്ടമാണ്, അല്ലേ? ഹോസ്പിറ്റലിൽ പോയി ദുഃഖിക്കുന്നവരെ, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുറച്ച് പണം സംബന്ധമായി സഹായം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. അതൊക്കെയാണ് യേശുവിൻ്റെ സ്വഭാവം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ചെയ്യുന്ന കാര്യം. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു നദി നിങ്ങളിൽ നിന്ന് പ്രവഹിക്കട്ടെ. സ്നേഹത്തിൻ്റെ നദി പ്രവഹിക്കട്ടെ. നിങ്ങൾ പോകുന്നിടത്ത് സന്തോഷത്തിൻ്റെ നദി പ്രവഹിക്കട്ടെ. സമാധാനത്തിൻ്റെ നദി പ്രവഹിക്കട്ടെ. നന്മ പ്രവൃത്തി ചെയ്യുവാനുള്ള ആ നദി പ്രവഹിക്കട്ടെ. കരുണയുടെ നദി, അങ്ങനെ എല്ലാ നന്മ പ്രവൃത്തിയുടെയും ആ നദി നിങ്ങളിൽ നിന്ന് ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു നദിയാണ് പരിശുദ്ധാത്മാവിൻ്റെ നദി. എല്ലാവരെയും ആ നദിയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.